ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹാലൽ. അപ്പം ഇന്ന് സാറ്റർഡേ സ്പെഷ്യലായിട്ട് അമ്മ ഒരു പായസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ഇത് ക്യാരമൽ പായസമാണ്. അപ്പോൾ ഇത് നമ്മൾ പഞ്ചസാരയും വെള്ളവും കൂടെ നല്ലപോലെ വെള്ളം നല്ലപോലെ തിളപ്പിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ക്യാരമലാവുമല്ലോ. അപ്പോൾ അങ്ങനെ ക്യാരമലാക്കിയതാണ്. കുറച്ച് പഞ്ചസാര മതി. പിന്നെ അപ്പുറത്തെ സൈഡിൽ ചൗവരി ഉണ്ടല്ലോ, സാബൂനരി എന്നും പറയും, അത് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പായസത്തിനുള്ള പാലാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്യാരമലിനകത്തോട്ട് നമ്മുടെ ഈ പാല് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നല്ലോണം പൊന്തി ഇങ്ങനെ ഭയങ്കര പതഞ്ഞ് വരും. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി പിന്നെ ക്യാരമൽ ഭയങ്കര കട്ടയായിട്ട് പാലിനകത്ത് കിടക്കും. അങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളത് നല്ലപോലെ കൈ വിടാതെ അടുത്തൊരു 2-3 മിനിറ്റത്തേക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഒഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ലൊരു ക്യാരമലിൻ്റെ നല്ല സൂപ്പർ ഒരു സ്മെല്ലൊക്കെ വരും. പിന്നെ ആ പാല് ഒരു ക്യാരമൽ നല്ലോണം മിക്സായിട്ട് നല്ലൊരു അടിപൊളിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. എനിക്കത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സ്മെല്ല് വരും. അന്നേരം അടുക്കള മുഴുവൻ ആ സ്മെല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന സാബൂനരി അല്ലെങ്കിൽ ചൗവരി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ നോർമൽ പായസത്തിനൊക്കെ ഇടുന്ന സംഭവമാണ്. അത് വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിക്കുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ അത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മളത് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീരും ഗൈസ്. യെസ്, അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു സാബൂനരി നമ്മുടെ പായസത്തിനകത്തോട്ട്, പായസത്തിലൊക്കെ ഇട്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് കാടമൻ, അതായത് ഏലക്കയാണ്. കാടമം അതും നമ്മുടെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ഞങ്ങളിവിടെ തോട് യൂസ് ചെയ്യുന്നില്ല. തോടല്ലാതെ സീഡ്സ് മാത്രമാക്കിയിട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മുടെ പായസം നല്ലപോലെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്, റെഡി ആകാറാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പായസത്തിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള നട്ട്സും റേസിൻസും ഒക്കെ നല്ല നെയ്യിൽ, നല്ല ഗീയിൽ നല്ലപോലെ റോസ്റ്റ് ചെയ്ത് എടുക്കുവാണ്. ഇത് ഭയങ്കര കോമഡി ആയിരുന്നു. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നു, ഞാൻ തന്നെയാണ് അത് ഇളക്കിക്കൊണ്ടിരുന്നത്. അമ്മ അന്നേരം നമ്മുടെ പായസത്തിനുള്ള വേറെ സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോയതാണ്. അതിനുശേഷം കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം, ആ മധുരം ബാലൻസ് ആവാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ വെച്ചിരുന്ന നമ്മുടെ റേസിൻസും നട്ട്സും എല്ലാം കൂടെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതുകൂടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത സംഭവത്തിലേക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിങ്ങനെ ഇടം തിളയ്ക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ എടുത്തത്, അതിടയ്ക്ക് ഷേക്ക് ആവുന്നത്. പിന്നെ ലാസ്റ്റ് ഫൈനൽ ടച്ച് നമ്മുടെ കുറച്ച് നല്ല ഒരു നെയ്യുടെയൊക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ നല്ലപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റേസിൻസിൻ്റെ കൂടെ അത് ഒഴിച്ച നെയ്യും കൂടെയാണ് കേട്ടോ, അത് റോസ്റ്റ് ചെയ്ത നെയ്യും കൂടെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുറച്ചുകൂടെ നല്ലൊരു നെയ്യുടെ ടേസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട്, ഭയങ്കര റിച്ചായിട്ട് ഫ്ലേവർ വരാൻ വേണ്ടി നമ്മൾ ആ ഒരു നെയ്യോട് ഇട്ട് കൊടുത്തു. നമുക്ക് നല്ലതുപോലെ അത് നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ പായസം ആ മുകളിൽ വരെ ഉണ്ടായിരുന്നു, അത് നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ആ ഒരു ക്യാരമലിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.